നമസ്കാരം. ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ളയെ വധിച്ചത് ലോകമേറെ ചർച്ച ചെയ്ത ഒന്നാണ്. കഴിഞ്ഞ 32 വർഷം ഹിസ്ബുള്ളയെ നയിച്ച വ്യക്തിയായിരുന്നു കൊല്ലപ്പെട്ടത്. ന്യൂ ഓർഡർ എന്ന പേരിൽ നടത്തിയ ഓപ്പറേഷനിൽ ബങ്കറുകൾ തകർക്കുന്ന മാരകശേഷിയുള്ള ബോംബുകളാണ് ഇസ്രായേൽ ഇതിനായി ഉപയോഗിച്ചത്. US നിർമ്മിത ബോംബായ ബങ്കർ ബസ്റ്ററാണ് നസറുള്ളയെ വധിക്കാൻ ഇസ്രായേൽ പ്രയോഗിച്ചത്. ഇസ്രായേലിനും US-നും എന്ന പോലെ ഇന്ത്യയുടെ ആയുധശേഖരത്തിലും ബങ്കർ ബസ്റ്ററുകളുണ്ട്. ഇന്ത്യയുടെ തദ്ദേശീയ LCA തേജസ് യുദ്ധവിമാനത്തിൽ ഘടിപ്പിക്കുന്ന ഫ്രഞ്ച് എയർ ടു ഗ്രൗണ്ട് ഹാമർ മിസൈലുകൾ ഇന്ത്യൻ വ്യോമസേന ഓർഡർ ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 70 കിലോമീറ്റർ അല്ലെങ്കിൽ 43.5 മൈൽ പരിധിയിൽ നിന്ന് ബങ്കറുകളോ കഠിനമായ ലക്ഷ്യങ്ങളോ തകർക്കാൻ തേജസിനെ സഹായിക്കുന്നവയാണിവ. 125, 250, 500, 1000 കിലോഗ്രാം ഭാരമാണ് ഹാമറുകൾക്കുള്ളത്. ഗ്ലൈഡിംഗ് ബോംബ് പതിപ്പുകളിലാണ് യുദ്ധോപകരണങ്ങൾ എത്തിച്ചതെന്നാണ് വിവരം. റാഫേൽ യുദ്ധവിമാനങ്ങൾക്ക് ഇത്തരത്തിലെ 6 ഹാമറുകൾ വഹിക്കാനാകും. ഗ്രൗണ്ട് പെനട്രേഷൻ മ്യൂണിഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ എത്ര ബുദ്ധിമുട്ടുള്ള ലക്ഷ്യങ്ങളും സൈനിക ബങ്കറുകൾ പോലെ ആഴത്തിലുള്ള ഭൂഗർഭ തുരങ്കങ്ങളും ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന യുദ്ധോപകരണങ്ങളാണ്. 2000 പൗണ്ട് മുതൽ 4000 പൗണ്ട് വരെയാണ് ഇതിന്റെ ഭാരം. ഭൂമിയുടെ 30 അടി വരെയും കോൺക്രീറ്റിന്റെ 6 മീറ്റർ വരെയും തുളച്ചു കയറാൻ ശേഷിയുള്ള ആയുധങ്ങളാണിത്. സ്ഫോടക വസ്തുക്കളും ഫ്യൂസുകളും മറ്റും നിറച്ച ഇത്തരം ബോംബുകൾ ലക്ഷ്യത്തിൽ തുളച്ചു കയറിയതിനു ശേഷം മാത്രമാണ് പൊട്ടിത്തെറിക്കുന്നത്. ടാർഗറ്റിൽ പരമാവധി നാശനഷ്ടം വരുത്തുകയെന്നതാണ് ഇത്തരം ബോംബുകളുടെ ലക്ഷ്യം. ബങ്കർ ബസ്റ്ററുകൾ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗതികോർജ്ജമാണ് ഇവയെ ആഴത്തിൽ തുളച്ചു കയറാൻ പ്രാപ്തമാക്കുന്നത്. ഇതെപ്പോൾ മുതലാണ് ഉപയോഗിച്ചു തുടങ്ങിയതെന്ന് ചോദിച്ചാൽ, രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് ബങ്കർ ബസ്റ്ററുകൾ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയതെന്ന് പറയാം. ജർമ്മൻ എഞ്ചിനീയർ ഓഗസ്റ്റ് കോണ്ടേഴ്സ് വികസിപ്പിച്ചെടുത്ത റോച്ച്ലിംഗ് ഷെല്ലുകൾ 1942-ലും 1943-ലും പരീക്ഷിച്ച ആദ്യത്തെ നൂതന ബങ്കർ ബസ്റ്റർ ബോംബുകളായാണ് കണക്കാക്കപ്പെടുന്നത്. ബങ്കർ ബസ്റ്ററുകൾ വിവിധ തരമുണ്ട്. പ്രധാനമായും 3 തരം ബങ്കർ ബസ്റ്ററുകളാണ് ഉപയോഗിക്കുന്നത്. ഗൈഡഡ് ബോംബ് യൂണിറ്റ് 28, ഗൈഡഡ് ബോംബ് യൂണിറ്റ് 37, മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ. ഇതിൽ ഗൈഡഡ് ബോംബ് യൂണിറ്റ് 28നെ കുറിച്ച് പറഞ്ഞാൽ, ഗൾഫ് യുദ്ധകാലത്ത് നിർമ്മിക്കപ്പെട്ട ഇവയ്ക്ക് 5000 പൗണ്ട് ഭാരമുണ്ട്. കൃത്യമായി ലക്ഷ്യത്തിൽ തുളച്ചു കയറുന്നതിനായി ലേസർ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പീരങ്കി ബാരലുകൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തേത് ഗൈഡഡ് ബോംബ് യൂണിറ്റ് 37 ആണ്. അതിലേക്ക് വന്നാൽ, എത്ര മോശം കാലാവസ്ഥയിലും ലക്ഷ്യത്തിൽ തുളച്ചു കയറാൻ ശേഷിയുള്ള ഈ ബോംബ് GPS സംവിധാനത്തിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ അവസാനത്തേത് മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ ആണ്. ഇത് US-ന്റെ ആയുധശേഖരത്തിലുള്ള ഏറ്റവും വലിയ ബങ്കർ ബാസ്റ്ററാണിതെന്ന് പറയാം. 30,000 പൗണ്ടാണ് ഇതിന്റെ ഭാരം. കോൺക്രീറ്റ് പ്രതലത്തിന്റെ 20 അടി വരെ തുളച്ചു കയറാൻ ഇതിന് സാധിക്കും. ഇവയെക്കുറിച്ച് പറയുമ്പോൾ ചില നിയമവശങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. അന്താരാഷ്ട്ര നിയമം ബങ്കർ ബസ്റ്റർ ബോംബുകളെ പ്രത്യേകമായി നിരോധിക്കുന്നില്ലെങ്കിലും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ അവയുടെ ഉപയോഗം ധാർമ്മികമായും നിയമപരമായും ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ജനീവ കൺവെൻഷൻ പോലുള്ള അന്താരാഷ്ട്ര മാനുഷിക നിയമം ഇത്തരം യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളിൽ സാധാരണ പൗരന്മാർ കൊല്ലപ്പെടുന്നത് കർശനമായി വിലക്കുന്നുണ്ട്. നസറുള്ളയെ കൊലപ്പെടുത്താൻ ഇസ്രായേൽ 5000 പൗണ്ട് ഭാരമുള്ള US നിർമ്മിത ബങ്കർ ബസ്റ്ററാണ് ഉപയോഗിച്ചതെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രി ആരോപിക്കുന്നത്. ഇതിൽ അമേരിക്കയുടെ പങ്കിനെക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. ഇസ്രായേലിന് കാലങ്ങളായി അമേരിക്ക US ബങ്കർ ബസ്റ്ററുകൾ കൈമാറി വരികയാണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. 2005, 2014, 2023 എന്നീ കാലഘട്ടത്ത് അമേരിക്ക നിരവധി ബങ്കർ ബസ്റ്ററുകൾ ഇസ്രായേലിന് നൽകിയിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാനും ചൈനയുമൊക്കെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. ഇന്ത്യയുടെ പ്രതിരോധ മേഖല മുമ്പത്തേക്കാൾ കൂടുതൽ ശക്തമാണ്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.